ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ആ കൊച്ചിന് ഹിന്ദി പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അലീനയെ കളിയാക്കി ഇവളുടെ ക്വാളിഫിക്കേഷൻ എന്നാ കിടപ്പ് രോഗികളുടെ മലവും മൂത്രം എടുക്കാൻ മാത്രം അവർക്ക് അറിയാമെന്നും പറഞ്ഞു ഈ വൈജ. അത് കേട്ടപ്പോൾ അതൊരു മോശം ജോലിയൊന്നും അല്ല മേഡം, അതിന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് വേണം. സ്നേഹം, ക്ഷമ, ത്യാഗം, അലിവ്, സന്മനസ്, അങ്ങനെ എല്ലാം വേണമെന്നും പറഞ്ഞ് അമ്മയ്ക്ക് മുന്നിൽ നിന്ന് മോള് ചോദ്യം ചെയ്യുക. കിടപ്പ് രോഗികളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ ജോലി എന്ന കാര്യം അലീന പറയുക. മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് അതെന്നും അലീന ഇങ്ങനെ വൈജയോട് പറഞ്ഞു കേട്ടോ. അതിന് താഴെയാ ബാക്കിയുള്ള എല്ലാ ജോലികളും എന്നും പറഞ്ഞു നമ്മുടെ അലീന അവിടെ നിന്ന് അങ്ങ് പോയി. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണ വന്നിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. വയറ് നിറച്ച് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക. അലീന ചേച്ചി വന്ന ആദ്യ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞത് അമ്മ മറന്നുപോയോ എന്ന് ചോദിച്ചു. ആളറിഞ്ഞ് പെരുമാറാൻ പഠിക്കണമെന്ന്. അമ്മ പഠിച്ചില്ലല്ലേ ഇതുവരെ എന്ന് ചോദിക്കുമ്പോഴും നന്തം പെട്ടിങ്ങനെ നിൽക്കുക വൈജ. കൃഷ്ണ അവൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പുറത്ത് പോയ നമ്മുടെ രോഹി വീട്ടിലേക്ക് വരുക. അപ്പോൾ ഹരി അവിടെ ഇരിപ്പുണ്ട്. നീ എവിടെ ഉണ്ടായിരുന്നോടാ എന്ന് ചോദിച്ചു. എപ്പോഴാണ് നീ വന്നേ? ഞാൻ ഉച്ചയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞു. അല്ല അപ്പം മുതൽ നീ ഇവിടെ ഒറ്റയ്ക്കായിരുന്നോ? ബോറടിച്ചില്ലേ നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ ബോറടിക്കാനോ? അലീന ഉണ്ടായിരുന്നല്ലോടെ ഇവിടെ, പിന്നെ എന്ത് ബോറടിയാണെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് രോഹിത് ഇങ്ങനെ നോക്കി ചിരിക്കും കേട്ടോ. ഇല്ലാത്ത കഥകൾ കൂട്ടുകാരന് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ അതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് അവള് മുത്തശ്ശിയുടെ അടുത്തല്ലേടാ ഏത് നേരവും. ഞാനുണ്ടെങ്കിലേ അവള് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് സ്കൂട്ടാവത്തില്ലേ എന്ന് ചോദിക്കുക ഹരി. നീ അവളെ കണ്ട് സംസാരിച്ചു എന്ന് ചോദിച്ചു. അവളെനിക്ക് ചായ ഇട്ട് തന്നു, പിന്നെ അപ്സ്റ്റെയറിൽ പോയി നിന്റെ റൂമിൽ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹരി ഇങ്ങനെ പറയുമ്പോൾ രോഹിത് ഇങ്ങനെ ആലോചിക്കാം. എടാന്നും പറഞ്ഞു പിന്നെ അല വീണ്ടും ചെല്ലുന്നു. എടാ കള്ളാ, നീ ഇതിനാണ് ഉച്ചയ്ക്ക് വന്നതെന്ന് ചോദിച്ചു. വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത സമയം നോക്കി ഞാനേ അവളെ വിളിച്ച് ചോദിച്ചിട്ടാടാ വന്നത്. ഇപ്പോഴാണെങ്കിൽ ആരുമില്ല, വന്നോളാൻ പറഞ്ഞടാ അവളെന്ന് പറയുമ്പോഴത്തേക്കും രോഹിത് അന്തം വിട്ടിങ്ങനെ നോക്കുക. എന്നിട്ട് നീ വന്നോ? എടാ ഒന്ന് തെളിച്ച് പറയടാന്നും പറഞ്ഞ് രോഹിത് പറയുമ്പോൾ വേറൊന്നും ഇല്ലടാ, ഹഗ് ചെയ്തു, കിസ് ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞേക്കാം. കിളവി അവിടെ കിടന്ന് കൂടെ വിളിക്കുന്നത് കാരണം ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്താടാ പ്രോഗ്രാം എന്ന് ചോദിക്കുമ്പം ഞാൻ ഇന്ന് രാത്രി ഇവിടെയാ, വാ പറയാമെന്നും പറഞ്ഞ് ഹരി രോഹിയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. നീ കൊല്ലപ്പള്ളിയിൽ പറഞ്ഞിട്ടാണോടാ പോകുന്നതെന്ന് ചോദിച്ചു രോഹിത്. അതിനൊരു ഫോൺ കോൾ പോരേടാന്ന് ഹരി അന്നേരം പറയുന്നു. ഈ സമയത്ത് എന്നാലും എന്താണ് ഇവിടെ തങ്ങാനൊരു കാരണം, എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പോടാ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ വരുമെന്ന്, അല്ലാണ്ട് വേറെ ദുരുദ്ദേശം ഒന്നും ഇല്ലയെന്നും പറഞ്ഞ് ഇവനിങ്ങനെ ഈ രോഹിത്തിനോട് പറയുക. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കും ആരെങ്കിലും കാണുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നൊക്കെ. എന്നിട്ട് പതുക്കെ ഡോറങ്ങ് അടച്ചു. ആ സമയത്ത് രോഹിത്ത് വല്ലാത്തൊരു ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് കയ്യിൽ നിന്നൊരു സാധനം എടുത്ത് ഇങ്ങനെ കാണിച്ചു. ഇതെന്താണെന്ന് അറിയാമോ നിനക്കെന്ന് ചോദിച്ചു. അപ്പം ഇല്ലയെന്ന് പറഞ്ഞു. അന്നേരം ഇതെടുത്ത് കാണിച്ചു. ഇത് മോതിരമാണെന്ന് പറഞ്ഞു. ഇതാർക്കാടാ? അവളൊരു പാവല്ലേടാ, ഇതുപോലെ ഒരെണ്ണം വാങ്ങാൻ അവളെ കൊണ്ട് സാധിക്കുമോടാന്നൊക്കെ ചോദിച്ചു. ഇത് 3 ഗ്രാമുണ്ട്, 25,000 രൂപയാ. എടാ നിനക്ക് ഭ്രാന്താണോടാ? എടാ നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് കൈ അഴിച്ചങ്ങ് കൊടുക്കണം, എങ്കിലേ നമുക്ക് ഇങ്ങോട്ടും കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുമ്പം ഇങ്ങോട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ചു. അപ്പം സ്നേഹം, ലവ്, അങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും പറയത്തില്ല സ്വർണം വേണ്ടാന്ന്. അങ്ങനെ ഒരു ചരിത്രം എന്തായാലും ഇല്ല എന്ന് ഇവൻ പറഞ്ഞു. അല്ല ഇത് നീ എങ്ങനെ കൊടുക്കും, എപ്പോൾ കൊടുക്കും? എടാ ഇതൊക്കെ ഒരു പ്രോഗ്രാം തന്നെയാടാ, ഫോണിൽ കൂടെ സംസാരിച്ച എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എടാ നീ ഇത് കൊടുത്താൽ നമ്മൾ വാങ്ങിക്കുമോടാ? എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ലടാ എന്ന് രോഹിത്ത് പറയുമ്പോൾ നിനക്ക് അവളോട് കുറച്ച് റെസ്പെക്റ്റ് കൂടുതലാണ്, അതാണ് നിൻ്റെ പ്രശ്നം. അവൾ ആരാടാ? ഐശ്വര്യ റായിയോ? വീട്ടു ജോലിക്ക് വരുന്ന പെണ്ണ് തന്നെയല്ലേ, അതും അനാഥ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവള് അല്ലേ? നമ്മളാണ് ഇനി അവളുടെ ലോക്കൽ ഗാർഡിയൻസ്. അപ്പം പിന്നെ നമ്മൾ പറയുന്നത് അവൾ അനുസരിക്കണം, വേണ്ടേ? ഇല്ലെങ്കിലേ അവളുടെ ലൈഫ് കോഞ്ഞാട്ടായി പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ രോഹിത്തിനെ പറഞ്ഞ് വഴി തെറ്റിച്ചുകൊണ്ടേ ഇരിക്കാം. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അവളുടെ ഭാവി എന്താകുമെന്ന്. അവള് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുമോടാ? ഇല്ല, അതൊന്നും ആകാൻ പോകുന്നില്ല. IAS കിട്ടി അവൾ എന്താ കളക്ടർ ആവുമോ? അതുമില്ല. കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പ്യൂണിൻ്റെ കല്യാണാലോചനയെങ്കിലും അവൾക്ക് കിട്ടുമോ? അതും ഇല്ല. അപ്പം പിന്നെ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും പിന്നെ നമുക്ക്
നമുക്ക് എന്താ കുഴപ്പം? അവൾക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? നമ്മൾ കൊടുക്കുന്ന സ്നേഹവും സന്തോഷവും, പിന്നെ ഇതുപോലത്തെ ഗിഫ്റ്റുകളും കാര്യങ്ങളും, നല്ല പെടയ്ക്കുന്ന 500 രൂപകളും, അത്രയൊക്കെ ഉള്ളടാ. അല്ലാതെ വീട്ടു ജോലിക്ക് പ്രമോഷൻ കിട്ടി വില്ലേജ് ഓഫീസറായിട്ട് നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോടാ എന്നൊക്കെ ഹരി ഇങ്ങനെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് അസൂയ തോന്നുവാടാ. ഓ, എങ്ങനെ സാധിക്കുന്നടാവ ഇതൊക്കെ? അപ്പോൾ എടാ, ചങ്കുറപ്പ് വേണം. അത് ആദ്യം വേണ്ടതേ. ഇന്ന് രാത്രി അലീനയും ഞാനും ഒന്നിച്ചായിരിക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ നിന്റെ മുട്ടുകാല് വിറയ്ക്കുന്നില്ലേ? അതാണ് നിന്റെ മെയിൻ പ്രോബ്ലം. മനസ്സിലായെന്ന് ചോദിച്ചു. അങ്ങനെ കൂട്ടുകാരനെ പറഞ്ഞ് വഴിതെറ്റിച്ച് ഹരി ഒരു പരുവത്തിലെത്തിച്ച് നിർത്തിയിരിക്കാം. ദേ, ഇന്ന് രാത്രി ഞാൻ അവളോട്, നീ കണ്ടോ, അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് നീ വേണമെങ്കിൽ അവളോട് പറഞ്ഞു നോക്ക്. അവളെന്താ പറയുന്നത്? നിന്റെ അമ്മ പോലും നിന്നെ ഇതുപോലെ കെയർ ചെയ്തിട്ടില്ലെന്ന് നിനക്ക് വേണമെങ്കിൽ അവളോട് പറയാം. ആദ്യം ഇത്രയ്ക്കൊക്കെ മതിയെന്നേ, അതവൾ മനസ്സിലിട്ടങ്ങ് പെരുപ്പിച്ചോളും. വീട്ടുജോലി ചെയ്ത് തീർന്നു കഴിയുമ്പോഴേ പിന്നെ സ്വപ്നം കാണലല്ലാതെ അവൾക്ക് എന്താടാ വേറെ പണിയുള്ളത്? അങ്ങനെ 2-3 അറ്റംപ്റ്റൊക്കെ കഴിയുമ്പോഴേ നിങ്ങൾ തമ്മിൽ ലോക്കാകുമെന്നും പിന്നെ അവൾ നിന്റെ അടിമയാ, ഇതൊക്കെ നിന്റെ തള്ളാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് രോഹിത് ഇങ്ങനെ പറയുമ്പോൾ ഹരി, നീ പറയുന്ന ഒരു ലക്ഷണം അവളുടെ മുഖത്ത് ഞാൻ കാണാറില്ല എന്ന് രോഹിത് ഹരിയോട് പറഞ്ഞു. ഹരി അന്നേരം ഇങ്ങനെ നോക്കുക. നിനക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു സിഗ്നൽ വേണ്ടേ? ഒരു കള്ള നോട്ടവോ ചിരിയോ കുഴച്ചിലോ മറിച്ചിലോ എന്തെങ്കിലും? അതൊന്നും ഇല്ലടാ. അലീന പക്ക ഡീസൻ്റ് ആയിട്ടാണ് നോക്കുന്നത്, ചിരിക്കുന്നത്, പറയുന്നത്, അളന്ന് മുറിച്ച് കൃത്യമുള്ള സംസാരിക്കുന്നത് പോലും. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നും നമ്മുടെ രോഹിത് പറഞ്ഞു. ഓക്കെ, ആർഗ്യുമെൻറ്റിനൊന്നും ഞാനില്ല. പക്ഷെ നീ പറഞ്ഞ പക്ക ഡീസൻ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ പെണ്ണിൻ്റെ വിരലിൽ ഇന്ന് രാത്രി ദേ ഈ ഗോൾഡ് റിങ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുമെന്നും പറഞ്ഞ് ഹരി ഇങ്ങനെ രോഹിത്തിനെ വെല്ലുവിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇത് ഭക്ഷണം കഴിക്കുക. അലീന എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് അലീന ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് അലീനെ ചിക്കൻ കറി തരാൻ പറഞ്ഞു വൈജ. അലീന ചിക്കൻ കറി കൊണ്ടുവന്ന് കൊടുത്തു. ഈ എക്സ്ട്രാ ചപ്പാത്തി നീ കഴിച്ചാലേ ബോഡി വെയിറ്റ് ഇനിയും കൂടും, ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാകട്ടോ എന്ന് ബാലൻ പറയുമ്പോൾ അത് അങ്ങൾ പറഞ്ഞ് ശരിയാട്ടോ എന്ന് ഹരിയും. വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് അവോയ്ഡ് ചെയ്യണമെന്ന് ഹരി. ഒരു 10 വർഷം മുൻപേ ആൻറ്റി എന്ത് സുന്ദരിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്നൊക്കെ ഉണ്ട്. ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ നോക്കുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒറ്റമൂലിയൊക്കെ ഉണ്ടോയെന്ന് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഒറ്റമൂലി വണ്ണം കുറയാൻ കൊള്ളാം, എക്സസൈസ് ചെയ്യാനൊന്നും കഴിയത്തില്ല, അതാണ് പ്രശ്നമെന്നും പറഞ്ഞിങ്ങനെ പറയുവാണ്. ചുമ്മാ ഒന്ന് നടന്നാൽ മതി, അതിനും തീരെ വയ്യ അല്ലേ? ഒറ്റമൂലി ഒറ്റിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ കളിയാക്കുക കേട്ടോ. ഇതൊക്കെ കേട്ട് അലീന ഇങ്ങനെ ചിരിക്കാം. അപ്പോൾ അതെ ചെറിയൊരെണ്ണം മതി, അല്ല അതിന് വലിയ ബൈബിളുക പോലെ മതിയെങ്കിൽ അതിന് വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? കഷ്ടപ്പാടില്ലല്ലോ, ഒറ്റമൂലി തപ്പിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വീണ്ടും പറഞ്ഞു. വായുഗുളിക പോലെ ചെറുതാണ് വരും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല സുഖമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണൻ അവിടെ ഇരുന്ന് ചിരിച്ചു. എന്നാടി എന്ന അമ്മ മോളോട്, ഈ പറയുന്ന അച്ഛനും കണക്കാ അതോ? എനിക്ക് ആവശ്യമുള്ള തടിയൊക്കെ ഉള്ളൂ എന്ന് അദ്ദേഹം അന്നേരം പറഞ്ഞു. പിന്നെ 1-2 കിലോ ഒക്കെ കൂടുതൽ കാണുമായിരിക്കണം, വേണമെന്ന് വെച്ചാൽ എനിക്കത് 1-2 ദിവസം കൊണ്ട് കുറയ്ക്കാവുന്ന തടിയാ എന്നൊക്കെ ബാലചന്ദ്രൻ ഇരുന്ന് പറയുമ്പോൾ ഓ എന്നും പറഞ്ഞ് ഇങ്ങനെ വൈകിയിരിക്കുന്നു. മക്കളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് മൂളിക്കൊണ്ടിരിക്കുക കേട്ടോ. സാലഡ് ഇല്ലേടി എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതെ സാലഡും കൊടുത്തു. അപ്പോൾ അങ്ങനെ സാലഡും കൊണ്ടുവന്ന് കൊടുത്തു. ഈ സമയത്ത് എടാ ദുബായിൽ നിൻ്റെ അച്ഛൻ്റെ വിശേഷം എന്തൊക്കെയാടാന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ നല്ല സുഖമല്ലേ എന്ന് മകൻ, അതായത് ഹരി. വെറുതെ ഇരുന്ന് ജോലി ചെയ്താൽ മതിയല്ലോ അല്ലേ എന്ന് ബാലചന്ദ്രൻ ഹരിയോട് ചോദിക്കാം. വെറുതെ ഇരുന്ന് ജോലി ചെയ്യേ? ബാലചന്ദ്രൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ പൊട്ടത്തരമൊക്കെയാ പറയുന്നത്? അതാണ് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ്റെ വിചാരം. അച്ഛനമ്മമാർ വെറുതെ ഇരുന്ന് ജോലി ഇരുന്ന് അങ്ങ് ശമ്പളം വാങ്ങിച്ചാൽ മതിയെന്നും. വേറെ ചില അച്ഛന്മാർക്ക് അതിലേക്കാളും ചുമ്മാ ഏതെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മതി. പിള്ളേരുടെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ചിലവാക്കേണ്ടിയ പൈസയെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഇരുന്ന് ചിരിക്കുക കേട്ടോ നമ്മുടെ കൃഷ്ണയും ബബിതയൊക്കെ. ആ സമയത്ത് ഇളിക്കണ്ട, അച്ഛൻ നമുക്കട്ടാ താങ്ങുന്നതെന്ന നേരം രോഹി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് ചിരിക്കുക. ഇതൊക്കെ കേട്ട് ഇങ്ങനെ നമ്മുടെ അലീന ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അങ്ങളെ ഞാൻ എഴുന്നേൽക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ഹരി എഴുന്നേൽക്കുന്നു. അങ്ങനെ ഓരോരുത്തർ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോയി.
പിന്നെ മുത്തശ്ശി നല്ല ഉറക്കം പിടിച്ചു. ഈ സമയത്ത് ഇവൻ പതുക്കെ ആ മുറിയിലേക്ക് ചെന്ന് കയറി. മുത്തശ്ശി ഉറങ്ങിയോ എന്നറിയാനായിട്ട് ചെന്ന് ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ മൂക്കമൊക്കെ ഇങ്ങനെ ഇതാക്കി നോക്കി. അപ്പോൾ ഉറക്കുക. അലീന റൂമിലില്ല. ഇവൻ മോതിരം കൈ പിടിച്ച് ഇങ്ങനെ അലീനയുടെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചു. അലീനയുടെ ബാഗിൽ കൊണ്ടുവച്ചിട്ട് ഇവൻ പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാനായിട്ട് നോക്കുക. പതുക്കെ വാതിൽ തുറന്ന് ഇവൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് അവിടെ ഇങ്ങനെ നോക്കുക കേട്ടോ. രോഹിത് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഇവൻ വരുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഇവൻ കയറി വന്നു. എവിടെയാടാന്ന് ചോദിക്കും. ഇവിടെയെല്ലാം ഞാൻ നോക്കി. ഞാൻ ആ കിച്ചണിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അവിടെ എന്താ? അലീനയുടെ ടൈം പറയണ്ടേ? എന്ത് ടൈം? എടാ നീ അങ്ങോട്ട് മാറി നിൽക്കുക, താഴെയുള്ളവർ കേൾക്കണം, നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹരി രോഹിത്തിനെ മാറ്റി നിർത്തിയിട്ട് രോഹിത്തിനോട് ചെന്ന് പറയാം അലീനയുടെ കയ്യിൽ മോതിരിട്ട് കൊടുക്കാനുള്ള കാര്യമൊക്കെ പറയുമായിരുന്നു. ഒന്നെങ്കിൽ അവൾ രാത്രി വാതിൽ തുറന്നിടും, അതിന് പറ്റിയില്ലെങ്കിൽ ഹാളിലോട്ട് ഇറങ്ങി വരുമെന്നും പറഞ്ഞു. അങ്ങനെ അവളൊക്കെ സമ്മതിക്കോടാ? പിന്നെ സമ്മതിക്കാതെയാണോ ഞാനിതൊക്കെ പറയുന്നേ? നീ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ആ ഒരു സമയത്ത് രോഹിത് ഇങ്ങനെ ഇന്ന് ആലോചിക്കും കേട്ടോ. ഇവനാണെങ്കിൽ പറയുന്ന നുണകളെന്ന് പറഞ്ഞാൽ അതുപോലത്തെ നുണകളുമാണ്. ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയട്ടെ? പറ, വേഗം പറയടാന്നും പറഞ്ഞു രോഹിത്. ഇവ കേൾക്കാനുള്ള ആകാംക്ഷയോട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുക. പറയടാ, പറ എന്നും പറഞ്ഞുകൊണ്ട്. അവൾ കൊല്ലപ്പള്ളിയിൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോഴേ ഞാൻ അവളെ മെരിക്കാതാടാ. ആദ്യം കുറച്ച് മാന്തം ചവിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 500 നോട്ടെടുത്ത് വീശിയപ്പോഴേ പെണ്ണങ്ങ് വീണു. സത്യമാണോടാ? പക്ഷേ അവിടെ ചാൻസ് കുറവായിരുന്നേടാ. ആരെയൊക്കെ നോക്കിയാലാ. നീ അവിടെ വെച്ച് അലീനെ ഒന്ന് പോടാ, നിനക്ക് എന്തൊക്കെയാണ് കൊച്ച് കള്ളാന്നും പറഞ്ഞ് ഹരി പോകുമ്പോൾ എടാ നീ ഒന്ന് പറഞ്ഞിട്ട് പോടാ പ്ലീസ് എടാ. ഞാൻ ഇങ്ങനെ വിളിച്ചാ എൻ്റെ കാൽ ചൂട്ടിൽ വരുവാ അവള്. നീ ഒന്ന് പോടാ, വെറുതെ തള്ളുക, ഒരു കൂപ്പും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഹരി ഇവനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി നടക്കാം. എടാ ഞാനെന്തിനാണ് നിന്നോട് കള്ളം പറയുന്നതെന്ന് ചോദിച്ചവൻ ചെന്നു. നീ നോക്കിക്കോ, ഇന്ന് രാത്രി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നീ കണ്ടോളാൻ പറഞ്ഞു. ഇവൻ പതുക്കെ ഇറങ്ങി ചെല്ലുക. അപ്പോൾ രോഹിത് ഇതൊക്കെ അപ്പുറം മാറി നിന്ന് കാണുക കേട്ടോ. അപ്പോൾ വാതിൽ ഇവൻ തനിയെ തുറന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അലീന അവിടെ കിടക്കാനായിട്ട് ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവൻ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അലീന നോക്കുമ്പോൾ ഇവനെ കണ്ടു. അലീന ഞെട്ടിപ്പോയി. ഇപ്പോൾ മുത്തശ്ശി അവിടെ കിടന്ന് ഉറങ്ങുമല്ലേ. മുത്തശ്ശി ഇങ്ങനെ തുറിച്ച് ഇവനെ നോക്കി. അലീന ഇവനെ തുറിച്ച് നോക്കി. മുത്തശ്ശി ഉറങ്ങുന്നത് കണ്ട അലീന എന്തിനാ പതുങ്ങി വന്ന് നിൽക്കുന്നത്? മനുഷ്യനെ പേടിപ്പിക്കാനാണോ എന്ന് അലീന ഇങ്ങനെ ഹരിയോട് ചോദിക്കുമ്പോൾ നീ പേടിച്ചു പോയോ എന്ന് ഹരി അലീനയോട് ചോദിക്കാം. ഞാൻ അങ്ങനെയൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് അലീന ഇവനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ മറുപടിയും നിനക്ക് ഓർമ്മയിൽ ഉണ്ടാവണം എന്നും അലീന ഇവനോട് വീണ്ടും പറഞ്ഞു. ഞാൻ ആശിച്ചതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഹരി പറയുക. ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും നടക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന നോക്കും ഇങ്ങനെ. നാളെ ചിലപ്പോൾ നീ വീട്ടിൽ ഉണ്ടായില്ലെന്നും വരും. നന്നാവണോ വേണ്ടയോ എന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതിയെന്ന് ഹരി പറയുമ്പോൾ ഞാൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കുമെന്ന് അലീന നേരെ ഇവനോട് പറയാം. ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, നന്നാവണോ വേണ്ടയോ എന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്നും അലീന ഇവനോട് പറഞ്ഞു. മുത്തശ്ശി ആണെങ്കിൽ നല്ല ഉറക്കം. മുത്തശ്ശി പതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്നതാ കുഞ്ഞേ എന്ന് ചോദിച്ചു കേട്ടോ. ആ സമയത്ത് ഞാനങ്ങ് മയങ്ങിപ്പോയല്ലോ കുഞ്ഞേ എന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറയാം. എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം പോലെ എന്നൊക്കെ പറയുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇവൻ അവിടെ നിൽക്കുന്നത് മുത്തശ്ശി കാണുക. എന്താടാ എന്ന് ചോദിച്ചു. ഇപ്പം വേഗം മുത്തശ്ശി രാവിലെ എനിക്കൊരു ലെമൺ ടീ തരണമെന്ന് അലീനയോട് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അപ്പം നാരങ്ങ പിഴിഞ്ഞ ചായയെ അപ്പോൾ നീ വേറെ ഏതാണ്ടല്ലേ അവളോട് പറഞ്ഞേ എന്ന് മുത്തശ്ശി ചോദിച്ചു. അവൻ്റെ കളി മുഴുവനും മുത്തശ്ശി കണ്ടുപിടിച്ചു കേട്ടോ. ആ സമയത്ത് പ്രായമായെങ്കിലും ചെവിക്ക് നല്ല കേൾവിയല്ലേ? അതേടാ അയ്യാ എന്നും പറഞ്ഞു മുത്തശ്ശി അവിടെ കിടക്കുന്നു. ആ സമയത്ത് ഇവനാണെങ്കിൽ അലീന ഒരു തുറച്ച് നോട്ടവും നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. ഈ സമയത്താണ് നമ്മുടെ വൈജ കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവനെ കണ്ടു. അലീന അങ്ങോട്ടേക്ക് വരിക. അലീന അങ്ങോട്ടേക്ക് വന്ന സമയത്ത് വൈജ അങ്ങോട്ടേക്ക് വരുന്ന അലീനയും കണ്ടു. വൈജയന്തി ഇവനെയൊന്ന് ശരിക്കും അടിമുടി നോക്കി. ആ സമയത്ത് അലീനയും ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വൈജയന്തിക്ക് മനസ്സിലായി. അലീന നേരം അവിടെ നിൽക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അകത്തേക്ക് കയറിപ്പോയി. കഷ്ടമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ പോയി ഇങ്ങനെ ചൂളി നിൽക്കുന്നു. ആ സമയത്ത് രോഹിത് അവിടെ നിൽപ്പുണ്ട്. രോഹിത് ആണെങ്കിൽ എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നെ പറ്റിയടാ? ഒന്നും പറയണ്ടടാ, എല്ലാം തൊലഞ്ഞെന്നാ തോന്നുന്നത്. എന്നത് കാര്യം പറയടാ. ആരും ഉറങ്ങിയിട്ടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി പറയുന്നു. ഇന്നെന്താ ഇവിടെ ഉത്സവമാണ്, എല്ലാവരും ഉറക്കമുളച്ചിരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം രോഹിത് ചോദിക്കാം. അപ്പോഴേക്കും വൈജ അലീനെ ഇങ്ങനെ നോക്കുക കേട്ടോ.
അവൻ എന്നാത്തിനാടി വന്നേ എന്ന് വൈജ ചോദിക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവൻ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവൻ്റെ വർത്തമാനം കേട്ടല്ലോ. അപ്പം അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ വൈജേ എന്നും പറഞ്ഞ് അമ്മ അകത്തുനിന്ന് വിളിച്ചു. എന്തായാലും അവൻ ആളത്ര ശരിയല്ല കേട്ടോ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. വീട്ടിൽ ശരിയല്ലാത്ത പെൺപിള്ളേർ നിന്നാലേ വീട്ടിലുള്ള ആണുങ്ങളും ശരിയാവത്തില്ല എന്നാണ് വൈജ മറുപടി പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അലീന ഒന്ന് ഞെട്ടി. കിടന്നുറങ്ങാൻ നോക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ. അമ്മേ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ അന്നേരം പറയാം. എന്നിട്ട് വൈജ ഇങ്ങനെ അലീനയെ നോക്കുമ്പോൾ അലീന വാതിൽ അടച്ച് കുറ്റിയിട്ടു കേട്ടോ. വൈജ എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് ആലോചിക്കുക അവൻ എന്തിനു വന്നതായിരിക്കും എന്നുള്ളൊരിത്. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് വൈജ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും അലീന ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ പറയാമല്ലോ. അങ്ങനെ അമ്മ പറഞ്ഞ കാര്യം ഓർത്ത് മനസ്സുരുക്കി നിൽക്കുന്ന അലീനയെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.